ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു ഇതുപോലെ സാരി ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ട് ഇനി ഇതെങ്ങനെ നെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. ഇത് ബോളാക്കി എടുത്തിട്ടുണ്ട്. 2 സാരി മുറിച്ചെടുത്തു. അപ്പോൾ ഇതിന്ന് നമുക്ക് സൂചിയിലേക്ക് ഒന്ന് നല്ലവണ്ണം കെട്ടിക്കൊടുക്കണം. അഴിഞ്ഞു പോകാതെ 2 പ്രാവശ്യം കെട്ടാം ഇത്, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2 പ്രാവശ്യം കെട്ടുക. ടൈറ്റായിട്ട് കെട്ടല്ലേ, സൂചിയിൽ ഇച്ചിരി ലൂസായിട്ട്, ഇങ്ങനെ സൂചിയിൽ ലൂസായിട്ട് കെട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെയിൻ ഉണ്ടാക്കണം. ഞാനിവിടെ 30 ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചവിട്ടി വലുത് ചെറുതിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 20ൻ്റെ ഉണ്ടാക്കും, 30, 40, 50 അങ്ങനെ എത്ര വലുത് വേണോ ചെറുത് വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിൻ്റെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിത് 30 ചെയിന് ഇവിടെ ഇതുപോലെ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണിത്. ഇനി നമുക്ക് ഞാനിത് 30 ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞാനിത് 30 ഇവിടെ നെയ്തെടുത്തിട്ടുണ്ട്. 30 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൂചി എടുക്കണം. ആദ്യത്തെ ഒരു സൂചിയിൽ നമ്മൾ 30 ചെയിൻ ഉണ്ടാക്കി. ഇനി രണ്ടാമത്തെ സൂചി എടുത്ത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. എനിക്ക് അപ്പം വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ പിന്നീടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ സൂചി പിടിച്ചിട്ട് തുണി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ സൂചിയിലോട്ട് ചുറ്റിയിട്ട് പിന്നെ അത് അതിനകത്തൂടെ കയറ്റിയിട്ട് ആ ഒരു ചെയിൻ രണ്ടാമത്തെ സൂചിയിൽ ആക്കണം. അങ്ങനെ നമുക്ക് 28 എണ്ണം ഈ ഒരു രീതിയിൽ നെയ്തെടുക്കാം, അല്ലെങ്കിൽ തയ്ച്ചെടുക്കാം. ഇങ്ങനെ 28 എണ്ണം, 2 എണ്ണം അവിടെ വിട്ടിരിക്കണം. 2 എണ്ണം നമ്മൾ മൊത്തം എടുക്കല്ലേ, 2 എണ്ണം വിട്ടിട്ട് 28 എണ്ണം ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ 28 എണ്ണം രണ്ടാമത്തെ സൂചിയിലാക്കി, 2 എണ്ണം അവിടെ വിട്ടിട്ടുണ്ട്. ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ തുണിയെ മുമ്പോട്ടായിരുന്നു, ഇനി അത് പുറകോട്ടാക്കിയിട്ട് നമ്മൾ സൂചി നേരെ തിരിച്ചാക്കണം. സൂചി നേരെ തിരിച്ചാക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ നെയ്തെടുക്കണം. പെട്ടെന്ന് കേട്ടോ. ഇത് ആദ്യം ഒരു പ്രാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഇത് തയ്ച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയും ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നീട് ഒന്നുകൂടെ ക്ലിയറായിട്ടത് പറഞ്ഞുതരാം. ഇനി ഈ വീഡിയോയിൽ ഞാനിത് ഇത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ചെറിയൊരു ചേഞ്ചസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ